ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സിലബസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം എന്ന ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം മുഴുവനും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന കണ്ടൻ്റ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നല്ലതുപോലെ പരിശ്രമിച്ചാൽ വിജയം നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ താമസിച്ചു എന്ന് കരുതുന്നവരോ പഠിക്കാൻ താമസിച്ചു പോയി എന്നൊന്നും കരുതണ്ട. നമുക്ക് സമയമുണ്ട്, 2 മാസം മുഴുവൻ സമയം നമ്മുടെ മുൻപിലുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക. നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് എന്താണ്? 1857 വിപ്ലവം. 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ 1857 വിപ്ലവം ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് 1848 ദത്തവകാശ നിരോധന നിയമം. അടുത്തത് 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. ദെൻ 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. പിന്നെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷുകാർ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം. തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. കാർഷിക മേഖലയിലെ അസംതൃപ്തി. ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും. കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരുന്നു 1857 വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1848 ദത്തവകാശ നിരോധന നിയമമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി പെട്ടെന്നുള്ള കാരണം, ഈ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഉണ്ടായ കാരണം. അപ്പം 1856 നമ്മുടെ സൈനികർക്ക് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള സൈനികരും ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ അവർക്ക് എൻഫീൽഡ് P53 എന്ന പുതിയ ഒരു തരം തോക്കും തിരകളും നൽകി. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണമായത് പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചതാണ്. അപ്പം എന്താണ്, പെട്ടെന്ന് ഇവർ ഈ തോക്ക് നൽകി, പക്ഷേ ഇവർ എന്താ പ്രതികരിക്കാൻ കാരണം എന്താ? ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണമായത് ഈ നൽകിയ പുതിയ എൻഫീൽഡ് P53 തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പുറംചട്ടയിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചു. അപ്പം മുസ്ലിംസിന് പന്നി എന്ന് പറയുന്നത് അവർക്ക് ഹറാമാണ് അല്ലേ. അപ്പം പശുവിനെ നമ്മൾ ഈ ഹിന്ദുസ് എങ്ങനെയാണ് അവരതിനെ ഒരു ഭയങ്കര ഒരു ഡിവോഷണലായിട്ട് കരുതുന്നതാണ്. അപ്പം ഇതിനെ ഈ ഒരു കാരണമാണ് ഈ സൈനികരെ പെട്ടെന്ന് പ്രകോപിതരാക്കിയത്. 1857 ജനുവരി മുതൽ പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈന്യത്തിൽ ഉപയോഗിച്ചു. 1857 ജനുവരി മുതൽ പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈനികരെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. ശിപായിമാർ പ്രകോപിതരാവാനുള്ള മറ്റൊരു കാരണം ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് വാർത്ത പരന്നു. പിന്നെ എന്താണ് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നൽകിയിരുന്ന റൊട്ടി അത് എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്ന വാർത്തയും പരന്നു.
ഇതാണ് ഈ രണ്ട് കാരണങ്ങളാണ് പെട്ടെന്നുണ്ടായ ഈ വിപ്ലവത്തിന് കാരണം. ഇനി ഈ വിപ്ലവത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. എന്നാണ് 1857 മെയ് 10. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? PSC ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? മീററ്റിൽ. എന്നാണ് ഇത് തുടങ്ങുന്നത്? 1857 മെയ് 10. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. അപ്പോൾ ഈ വിപ്ലവത്തിൽ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? ഉത്തർപ്രദേശിൽ. ഹിന്ദു മുസ്ലിം ഐക്യമാണ് 1857 വിപ്ലവത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു 1857 വിപ്ലവത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ശക്തി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളായിരുന്നു പഞ്ചാബ്, മദ്രാസ്, ബോംബെ. 1857 സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവയായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും ചപ്പാത്തിയുമായിരുന്നു. 1857 വിപ്ലവത്തിന് ശിപ്പായി ലഹള എന്ന് പേരിട്ടത് ബ്രിട്ടീഷുകാരാണ്. 1857 വിപ്ലവത്തിന് ശിപ്പായി ലഹള എന്ന പേര് നൽകിയത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ് ആ പേര് നൽകിയത്. 1857 കലാപ പ്രദേശങ്ങൾ: മീററ്റ് ഉത്തർപ്രദേശ്, ലക്നൗ ഉത്തർപ്രദേശ്, അലിഗഡ് ഉത്തർപ്രദേശ്, മധുര ഉത്തർപ്രദേശ്, ആഗ്ര ഉത്തർപ്രദേശ്, ഝാൻസി ഉത്തർപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശ്, ഭരത്പൂർ പശ്ചിമ ബംഗാൾ, ഗ്വാളിയോർ മധ്യപ്രദേശ്, ഭരത്പൂർ രാജസ്ഥാൻ, റൂർക്കി ഉത്തരാഖണ്ഡ്, ആര ബീഹാർ. അപ്പോൾ ആര ബീഹാറൊക്കെ ഓർത്തിരുന്നോണം. ഝാൻസി ഇവയൊക്കെ 1857 കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്നാണ് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത്? ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹി ആയിരുന്നു. അപ്പോൾ ഈ ഉത്തർപ്രദേശിലെ മീററ്റിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ മീററ്റിൽ നിന്നും വിപ്ലവകാരികൾ എവിടെ എത്തുന്നു? അവർ ഡൽഹിയിലേക്ക് എത്തുന്നു. അവർ ഡൽഹി കീഴടക്കുന്നു. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഡൽഹി ആയിരുന്നു. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും പിടിച്ചെടുത്തു. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു. ഡൽഹിയിൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ ആയിരുന്നു. ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ജോൺ നിക്കോൾസൺ എങ്ങനെ അറിയപ്പെടുന്നത്? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവകാലത്ത് ഔദിയിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് ബിർജിസ് ഖാദർ. 1857 വിപ്ലവകാലത്ത് ഔദിയിലെ നവാബായി, നവാബ് മീൻസ് ഭരണാധികാരി, രാജാവ്, അവരോധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? ബിർജിസ് ഖാദർ ആയിരുന്നു. ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകനാണ് ബിർജിസ് ഖാദർ. ഓക്കെ. ഇനി 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈയിലാണ്. അപ്പോൾ 1857 മെയ് 10 തുടങ്ങിയ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് എന്നാണ്? അത് 1857 ജൂലൈയിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പേരാണ് മംഗൾ പാണ്ഡെ. ആരാണ് മംഗൾ പാണ്ഡെ?
1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ആരാണ് മംഗൾ പാണ്ഡെ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആരാണ്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനികോസ്തരാണ് അഡ്ജുട്ടന്റ് ലഫ്റ്റനന്റ് ബംബർഡെ, ഹെൻറി ബോഗ്, മേജർ ജെയിംസ് ഹ്യൂസൺ എന്നിവർ. അപ്പോൾ ആരായിരുന്നു മംഗൾ പാണ്ഡെ എന്ന് ചോദിച്ചാൽ, മംഗൾ പാണ്ഡെ ഈ 34ാം ബംഗാൾ റെജിമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് 34ാം ബംഗാൾ ദേശീയ കാലാൾപ്പട 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ഒരു ഉദ്യോഗസ്ഥനായ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായിരുന്നു, ശിപായി ആയിരുന്നു മംഗൾ പാണ്ഡെ. അപ്പോൾ മംഗൾ പാണ്ഡെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുന്നു. അതിൽ ഈ മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജുട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനൻറ്റ് ഹെൻറി ബോഗ് ആയിരുന്നു. പക്ഷേ നമ്മുടെ PSCയുടെ ഉത്തരം ബോഗ് ആണെങ്കിലും യഥാർത്ഥത്തിൽ മംഗൾ പാണ്ഡെ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, വധിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. മംഗൾ പാണ്ഡെയുടെ കുറ്റവിചാരണയിൽ മൊഴി നൽകിയ അദ്ദേഹം പിന്നീട് വിരമിക്കുകയും ചെയ്തു. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേദാർ ഈശ്വരി പ്രസാദ്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേദാർ ഈശ്വരി പ്രസാദ്. 1857 ഏപ്രിൽ 21 ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നു. ഈ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ജോൺ ഹെയ്സി ഉത്തരവ് നൽകി 1857 മാർച്ച് 29. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽത്തു. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികൻ ആരാണ്? ഷെയ്ഖ് പൽത്തു. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നു. അപ്പോൾ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് 34ാം ഇൻഫിനിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ തോക്ക് നമ്മുടെ ഈ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുള്ള തോക്കും തിരയും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലെ മീററ്റിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനാദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ഒരു ശിപായി ആയിരുന്നു. അദ്ദേഹത്തെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. അപ്പം മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന ഫിലിം ഡയറക്റ്റ് ചെയ്തത് ആരാണ്? കേതൻ മേത്തയാണ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയെ അവതരിപ്പിച്ചത് അമീർ ഖാനാണ്. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഘട്ട് വിളംബരം 1857 ഓഗസ്റ്റ് 25. അപ്പോൾ അസംഘട്ട് വിളംബരം എന്താണ്? 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരിൽ പുറപ്പെടുവിപ്പിക്കപ്പെട്ട വിളംബരമാണ് അസംഘട്ട് വിളംബരം. നമ്മുടെ മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അത് ഏത് വർഷമാണ്? 1984 50 പൈസ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിച്ചാൽ 1984. ഇനി 1857 വിപ്ലവം പറയുമ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ബഹദൂർ ഷാ സഫർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തി. വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അല്ലെങ്കിൽ ഷെഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ചക്രവർത്തിയായി
ഈ നമ്മളെ മീററ്റിൽ കലാപം പൊട്ടി പുറപ്പെട്ടല്ലോ. എന്നിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, കലാപകാരികൾ ആദ്യം ഡൽഹി കീഴടക്കി എന്ന് പറഞ്ഞു. ഡൽഹി കലാപകാരികൾ കീഴടക്കിയിട്ട് നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡിനെ അവരെന്ത് ചെയ്തു, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഷെഹൻഷായി ഹിന്ദുസ്ഥാന്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ഭക്തഖാനും ബഹദൂർ ഷാ സഫറും ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നയിച്ചവരാണ്. ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നുമാണ് പിടികൂടുന്നത്. ഇത് പിടികൂടാൻ നേതൃത്വം കൊടുത്തത് വില്യം ഹോഡ്സൺ ആയിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ എവിടെ നിന്നാണ് പിടികൂടുന്നത്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നും. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു വില്യം ഹോഡ്സൺ. എന്നാണെന്ന് ചോദിച്ചാൽ 1857 സെപ്റ്റംബർ 20-നാണ്. വില്യം ഹോഡ്സൺ ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നു. ബഹദൂർ ഷാ രണ്ടാമനെ ഈ ബ്രിട്ടീഷുകാർ പിടികൂടി റെങ്കൂണിലേക്ക്, ഇന്നത്തെ മ്യാൻമർ റെങ്കൂണിലേക്കാണ് നാടുകടത്തിയത്. ബഹദൂർ ഷാ രണ്ടാമനെ എങ്ങോട്ടാണ് നാട് കടത്തിയതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങോട്ടാണ്? റെങ്കൂണിലേക്ക്. റെങ്കൂൺ എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമാറാണ് കേട്ടോ. റെങ്കൂണിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ യാങ്കോൺ. അപ്പം മ്യാൻമാറിലെ റെങ്കൂണിലേക്കാണ് കേട്ടോ. മ്യാൻമാറിലെ റെങ്കൂണിലേക്ക്. റെങ്കൂണിൻ്റെ പുതിയ പേര് യാങ്കോൺ എന്നാണ് കേട്ടോ. 1862 ബഹദൂർ ഷാ രണ്ടാമൻ റെങ്കൂണിൽ വെച്ച് മരണപ്പെട്ടു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റെങ്കൂണിലാണ്. റെങ്കൂണിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. റെങ്കൂണിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരവും. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളാണ്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകളാണ്. ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ബഹദൂർ ഷാ സഫർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്, ഝാൻസി റാണി. ഝാൻസി റാണിയെക്കുറിച്ച് നമ്മൾ ഝാൻസി റാണി ഫിലിം കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണല്ലേ. എനിക്കൊക്കെ ഒരു എന്താ പറയുന്നത്, ഞാനൊക്കെ ഭയങ്കര ഝാൻസി റാണിയോട് അത്രയും ഒരു ആരാധനയാണ് നമുക്ക്. ദത്തവകാശ നിരോധന നിയമപ്രകാരം 1853 ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തു. ദത്തവകാശ നിരോധന പ്രകാരം 1853 ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുക്കുന്നു. ഝാൻസിയിലെ റാണിയായിരുന്നു റാണി ഝാൻസി. അപ്പോൾ ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള കാരണം. ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് മനുഭായി, മണികർണിക, ചബേലി, ലക്ഷ്മിഭായി. റാണി ലക്ഷ്മിഭായി എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടിക്കാലത്തെ പേരാണ് മണികർണിക, മനുഭായി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഝാൻസി റാണിയുടെ പേരുകൾ മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ശത്രുക്കളെ പിന്തുടർന്നും ബ്രിട്ടീഷ് സൈനികരെ അരിഞ്ഞു വീഴ്ത്തിയും നിർഭയം അവരുടെ അന്ത്യം വരെ പോരാടിയ പൗരുഷത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഝാൻസി റാണിയെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ് റാണി ലക്ഷ്മിഭായി. ഝാൻസിയിലെ രാജാവായിരുന്നു ഗംഗാധർ റാവു. ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയായിരുന്നു റാണി ലക്ഷ്മിഭായി. അപ്പം ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം റാണി ലക്ഷ്മിഭായി ആയിരുന്നു അവിടെ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഝാൻസിയിൽ അനന്തരാവകാശികൾ ഇല്ല എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അവർ ഝാൻസി പിടിച്ചടക്കുകയാണ്. ഇതിനെതിരെയാണ് ഝാൻസി റാണി ധീരമായി പോരാടിയത്. ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം? അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ എന്താണ്? ഒരു രാജ്യത്ത് ആ രാജാവിന് അവർക്ക് മക്കളില്ലെങ്കിൽ, ആൺകുട്ടികളില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് രാജ്യം അവർക്ക് കൈമാറുന്ന രീതി നിലവിലുണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരിത് അവസാനിപ്പിക്കുകയും പകരം രാജാവ് മരണപ്പെട്ടാൽ അവിടെ അനന്തരാവകാശി ഇല്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യാൻ ഒരു നിയമം കൊണ്ടുവന്നു.
കൊണ്ടുവന്നു. ഈ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അതായത് ദത്തെടുക്കാൻ പാടില്ല. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആരാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു ആണ്. വർഷം 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമായിരുന്നു സത്താറ 1848. അപ്പോൾ ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി ആയിരുന്നു. ഡൽഹൌസി പ്രഭു 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. അപ്പം ആദ്യം കൂട്ടിച്ചേർത്തത് ഏതാണ്? സത്താറയാണ് 1848. അതിനുശേഷം സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853, ഝാൻസി 1854. കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു അവധ്. കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏതായിരുന്നു? അവധായിരുന്നു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചു. ഏത് നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവധിനെ വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭുവാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതൊന്നുകൂടി കേട്ടോളൂ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്ന് അവധിനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അവധ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി അവധ്. ഝാൻസിയിൽ ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനായിരുന്നു ദാമോദർ റാവു. അപ്പം ഝാൻസിയിൽ ഗംഗാധർ റാവുവിന് ഒരു ദത്തുപുത്രനുണ്ടായിരുന്നു. അതായിരുന്നു ദാമോദർ റാവു. അപ്പം ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതിലൂടെ ഈ ദാമോദർ റാവുവിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അല്ലെങ്കിൽ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയായിരുന്നു ഝാൻസി റാണി. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ സ്വതന്ത്ര ഭരണം അല്ലെങ്കിൽ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയായ നേതാവായിരുന്നു ആര്? ഝാൻസി റാണി. അവധിൽ ദുർഭരണം നടത്തുന്നു എന്ന വാദം ഉന്നയിച്ച് നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൽക്കട്ടയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അവധിൽ ദുർഭരണം നടത്തുന്നു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവധിലെ നവാബായിരുന്ന വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൽക്കട്ടയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അവധ് പിടിച്ചെടുത്തതോടെ നവാബ് മാത്രമല്ല സ്ഥാനഭ്രഷ്ടനായത്. ഈ പ്രദേശത്തെ താലൂക്ക്ദാർമാരും പുറത്താക്കപ്പെട്ടു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയിയായിരുന്നു കാനിങ് പ്രഭു 1859. അപ്പം ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസിയും അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം 1859 പിൻവലിച്ചത് കാനിങ് പ്രഭുവുമാണ്. ഓർത്തിരുന്നോണം കേട്ടോ. ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ ചെന്നമ്മ. അപ്പം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ പോരാടിയ ധീര വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണത്? കിട്ടൂർ ചെന്നമ്മയാണ് കേട്ടോ. 1856
സമ്മറി വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുകയും സമ്മറി വ്യവസ്ഥ ഉപയോഗിച്ച് സാധ്യമാകുന്നിടത്തെല്ലാം താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനും തുടങ്ങി. ഇനി ഝാൻസി റാണിയുടെ ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ഹ്യൂഗ് റോസ്. PSC ചോദിച്ചിട്ടുണ്ട്. ഹ്യൂഗ് റോസ്. ഗ്വാളിയാർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹ്യൂഗ് റോസ് ആണ്. ഗ്വാളിയാർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയത് ആരാണ്? ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയുടെ കുതിരകളായിരുന്നു ബാദൽ, സാരംഗി, പവൻ എന്നിവ. ഝാൻസി റാണിയുടെ കുതിരകളൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണ്? ബാദൽ. ഝാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്രയായിരുന്നു. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയും. ഝാൻസി റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനായിരുന്നു ഫിലിപ്പ് മെഡോസ് ടെയ്ലർ. ഝാൻസിക്ക് റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത രചിച്ചത് സുഭദ്രകുമാരി ചൗഹാനാണ്. ഝാൻസി റാണിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെഹ്റു വിശേഷിപ്പിച്ചതാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന്. വിശ്വചരിത്രാവലോകനം എന്ന തൻ്റെ പുസ്തകത്തിലാണ് നെഹ്റു ഝാൻസി റാണിയെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ആരാണ്? ഝാൻസി റാണി. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ച പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ച പട്ടാള മേധാവി, ബ്രിട്ടീഷ് പട്ടാള നേതാവിയായിരുന്നു ഹ്യൂഗ് റോസ്. കലാപകാരികൾക്കിടയിലെ ഒരേയൊരു പുരുഷൻ എന്ന് ഹ്യൂഗ് റോസ് തന്നെയാണ് ഝാൻസിയെ വിശേഷിപ്പിച്ചത്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി. അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സുഭദ്രകുമാരി ചൗഹാനാണ്. റാണി ലക്ഷ്മിഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാറിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ആൻഡമാനിലാണ്. INAയുടെ വനിതാ ബറ്റാലിയൻ ഝാൻസി റാണി റെജിമെൻറ്റ് എന്നറിയപ്പെടുന്നു. ഝാൻസി നഗരം ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ INAയുടെ വനിതാ ബറ്റാലിയൻ എന്നാ പറയുന്നത് ഝാൻസി റാണി റെജിമെൻറ്റ്. 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രമായിരുന്നു ശതരഞ്ജ് കെ ഖിലാഡി. സത്യജിത് റേയുടെ ആദ്യ ഹിന്ദി സിനിമയായിരുന്നു ശതരഞ്ജ് കെ ഖിലാഡി. അത് 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രമായിരുന്നു. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക, ക്യൂൻ ഓഫ് ഝാൻസി. രാധാകൃഷ്ണ ജഗർലയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കങ്കണ റാണാവത്തും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഝാൻസി റാണിയായിട്ട്. നല്ല സിനിമയാണ് കേട്ടോ, കാണണം. മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായി വേഷമിട്ടത് കങ്കണ റാണാവത്താണ്. 1858 ജൂൺ 18 ഗ്വാളിയാറിലെ കോട്ട കി സെറയിൽ വെച്ച് ഝാൻസി റാണി വീരമൃത്യു മരിക്കുന്നു. അടുത്ത വ്യക്തിയാണ് നാനാ സാഹിബ്. പേഷ്വ ബാജി റാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. പേഷ്വ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാ സാഹിബ്. PSC ചോദിക്കും നമ്മളോട് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് നമ്മുടെ നാനാ സാഹിബ് ആയിരുന്നു. അപ്പം നാനാ സാഹിബ് പേഷ്വ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനായിരുന്നു. അതുപോലെ തന്നെ 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണമായത് ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ടുകൊണ്ട് പെൻഷൻ നിരോധിച്ചതിനാലായിരുന്നു. കാൺപൂരിൽ നടന്ന ഉപരോധത്തിന് കൂട്ടക്കൊലയ്ക്കും ബിംബിഗർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് നാനാ സാഹിബ് ആയിരുന്നു.
മൂന്നാം നെപ്പോളിയൻ എന്നാണ് ആരറിയപ്പെടുന്നത്? നാനാ സാഹിബ് അറിയപ്പെടുന്നത്. ഈ വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വ്യക്തിയാണ് നാനാ സാഹിബ്. അടുത്തതാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ സൈനിക മേധാവി ആയിരുന്നു. ആരായിരുന്നു താന്തിയ തോപ്പി? നാനാ സാഹിബിൻ്റെ സൈനിക മേധാവിയായിരുന്നു താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരിയായിരുന്നു താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? സർ കോളിൻ ക്യാമ്പൽ ആണ്. 1859 ഏപ്രിൽ 18 മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. PSC ചോദിച്ചിട്ടുണ്ട് ഇത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. താന്തിയ തോപ്പിയുടേതാണെങ്കിലോ രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി റാണി ലക്ഷ്മിഭായിയുടേതോ? അത് മണികർണിക. നാനാ സാഹിബ് ദോണ്ടു പന്ത്, താന്തിയ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ്, റാണി ലക്ഷ്മിഭായി മണികർണിക. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ഇനി ഈ വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ജോർജ് ആൻസൺ ആയിരുന്നു. ഇത് അവസാനിക്കുമ്പോൾ സൈനിക തലവൻ ആരായിരുന്നു? ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രഭു. ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? അത് വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ഇനി നമ്മുടെ 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായുള്ള കാരണം എന്താണ്? ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് ഈ വിപ്ലവം എങ്ങനെയാണ്? ഇത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നു. അതായത് ഒരു സംഘടിത സ്വഭാവം ഇതിന് ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിന് എതിരായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളവർ ഇതിന് ചിലരൊക്കെ എന്തായിരുന്നു? ഇതിന് എതിരായിരുന്നു. മറ്റൊരു കാരണമായിരുന്നു സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയത്. ഓക്കെ. ഇനി 1857 വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ ഈ 1857 വിപ്ലവത്തോടു കൂടി അവരുടെ ഒരുപാട് സൈനികരൊക്കെ കൊല്ലപ്പെട്ടു. ഈ വിപ്ലവം തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും പട്ടാളക്കാരും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 6:1 ആയിരുന്നു. അംശബന്ധം എത്രയായിരുന്നു? 6:1 ആയിരുന്നു. വിപ്ലവത്തിന് ശേഷം അത് 2:1 എന്നായി. അപ്പോൾ അത്രയും സൈനികർ ഇവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇവിടെ അവസാനിച്ച് ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു. വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുമെന്നും രാജ്ഞിയുടെ വിളംബരത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. 1857 വിപ്ലവം മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിനും കാരണമായി. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനം ഇവിടെ സംഭവിച്ചു. ബഹദൂർ ഷാ സെക്കൻഡിനെ നാടുകടത്തി റങ്കൂണിലേക്ക്. അതുപോലെ തന്നെ വിപ്ലവത്തിന് ശേഷം കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തു 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. 1857 കലാപത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഝാൻസി റാണിയാണ്. 1857 കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബായിരുന്നു. കലാപത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. കലാപത്തിൻ്റെ അംബാസിഡർ ആരാണ്? അസിമുള്ള ഖാൻ. ഇപ്പോൾ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്, ജവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി. ഈ വിപ്ലവത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായിരുന്നു പ്രീതി ലത വഡേദാർ. ആരായിരുന്നു? പ്രീതി ലത വഡേദർ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസാണ്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? അത് ഖുദിറാം ബോസായിരുന്നു. ഇനി ബ്രിട്ടീഷ് രാജ്ഞി ഭരണം നേരിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തായിരുന്നു രാജ്ഞിയുടെ വിളംബരം? ഇന്ത്യയിലെ ജനങ്ങൾക്കായി വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരമായിരുന്നു 1858 രാജ്ഞിയുടെ വിളംബരം. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായി 1858 നവംബർ 1 കാനിങ് പ്രഭു അലഹാബാദ് ദർബാറിൽ ഒരു രാജകീയ സദസ്സ് വിളിച്ചുകൂട്ടി. 1858 വിളംബരം ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്താണ്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ടാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ വിപ്ലവത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി. 58 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അറിയപ്പെടുന്നത്. വിപ്ലവത്തിന് ശേഷം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയമാണ് ബ്രിട്ടീഷുകാർ പിന്തുടർന്നത്. വിപ്ലവത്തിന് ശേഷം എന്താണ്? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയമാണ് ബ്രിട്ടീഷുകാർ പിന്തുടർന്നത്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ 1858 ഓഗസ്റ്റ് 2 മുതൽ വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ 1858 ഓഗസ്റ്റ് 2 മുതൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് ഏത് പദവിയായി? വൈസ്രോയി ആയി. 58 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഇമ്പോർട്ടൻ്റ് ആണേ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിന് എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഇനി എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് നമുക്ക് നോക്കാം. രാജ്ഞിയുടെ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. 1858 ഓഗസ്റ്റ് 2 ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ് ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആരാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്? അത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവിയായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലിയാണ് ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയത്. ആരായിരുന്നു? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ വില്യം ഫ്രാൻസിസ് ഹാരെയാണ്. ജോർജ് ഹാമിൽട്ടൺ ആണ് ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയത്. ജോർജ് ഹാമിൽട്ടൺ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായി 15 അംഗങ്ങളുള്ള ഇന്ത്യൻ കൗൺസിലും രൂപീകരിച്ചു. കലാപം അടിച്ചമർത്തിയ സൈനിക ജനറൽമാരെ മേധാവികളെക്കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനൊക്കെ. ലക്നൌവിൽ ആരാണ് ഈ നമ്മുടെ വിപ്ലവം അടിച്ചമർത്തിയത്? അത് കോളിൻ ക്യാമ്പലാണ്. ലക്നൌവിൽ കോളിൻ ക്യാമ്പലാണ്. കാൺപൂരും കോളിൻ ക്യാമ്പലും ഹെൻറി ഹാവ്ലോക്കും ചേർന്നിട്ടായിരുന്നു വിപ്ലവം അടിച്ചമർത്തിയത്. ഇനി ഡൽഹിയിൽ ആരായിരുന്നു? അത് ഡൽഹിയിൽ ജോൺ നിക്കോൾസനും വില്യം ഹോഡ്സനും. ഝാൻസിയിൽ ഹ്യൂഗ് റോസ്. ആരയിൽ ഇത് അടിച്ചമർത്തിയത്? വില്യം ടൈലറും വിൻസെൻ്റ് അയറും ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെച്ചോണം, കാരണം ചിലപ്പോൾ നമ്മളോട് ഇത് മാച്ച് ദ ഫോളോയിങ് ഓഡ് വണ്ണൊക്കെ ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്.
ഓക്കെ, ഝാൻസി റാണി ലക്ഷ്മിഭായി. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിഭായി. ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും ആയിരുന്നു. ബീഹാർ അല്ലെങ്കിൽ ആരെ എന്നാണ് PSC ചോദിക്കാറ്. ആരയിൽ കൻവർ സിംഗ്, ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. ഇത് ഓർത്തോണേ. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി, ഗ്വാളിയാറിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും, കൻവർ സിംഗ്, ജഗദീഷ്പൂർ കൻവർ സിംഗ്. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും. അസം ദിവാൻ മാണിറാം, മീററ്റ് കദം സിംഗ്, കാൺപൂര് നാനാ സാഹിബ് താന്തിയ തോപ്പെ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ ആൻഡ് ബിർജിസ് ഖാദർ. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആഗ്രയിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഔദ് ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ ലക്നൗവിലും ബീഗം ഹസ്രത്ത് മഹലാണ് കേട്ടോ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറൗത്ത് പർഖാനിൽ ഷാ ആമാൽ. ഈ ഷാമാൽ ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹരിയാനയിൽ റാവു തുലറാം. ആൻഡ് രാജസ്ഥാൻ അല്ലെങ്കിൽ കോട്ടയിൽ ജയ്ദയാൽ ഹർദയാൽ, മധുര ദേവി സിംഗ്, അലഹാബാദ് ലിയാഖത്ത് അലി, മാണ്ടസോറ ഫിറോസ് ഷായ, മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? ഝാൻസി റാണി, താന്തിയ തോപ്പെ, ബീഗം ഹസ്രത്ത് മഹൽ, കൻവർ സിംഗ്, ഷാ അമാൽ. ഇവരൊക്കെ എവിടെയാണ് വിപ്ലവം നയിച്ചതെന്നുള്ളത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. കാരണം അതൊന്നും ഇല്ലാത്ത ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമ്മുടെ 1857 വിപ്ലവത്തെ കുറച്ച് വിശേഷണങ്ങളുണ്ട്. ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജോൺ ലോറൻസും ജോൺ സീലി, GB മല്ലിസൺ എന്നിവരാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്, ജോൺ സീലി, GB മല്ലിസൺ എന്നിവരാണ്. സ്വധർമ്മത്തിനും സ്വരാജിനും വേണ്ടി നടന്ന യുദ്ധം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ വിദേശിയാണ് കാൾ മാർക്സ്. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് ആരാ? അത് SB ചൗധരിയാണ്. അപ്പം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ VD സവർക്കറും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വിദേശി ആരാണ്? അത് കാൾ മാർക്സ്. ഇനി ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് SB ചൗധരി. നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് TR ഹോംസ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാടെന്നാണ് MN റോയി പറഞ്ഞത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ദേശീയ കലാപമെന്ന് ബെഞ്ചമിൻ ഡിസ്റോലിയും പറഞ്ഞു. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് RC മജുംദാർ ആയിരുന്നു. RC മജുംദാറൊക്കെ പറഞ്ഞത് എന്താണ്? ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് RC മജുംദാർ പറഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നാണ് ജെയിംസ് ഔട്ട്റാം പറഞ്ഞത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്ന് ജെയിംസ് ഔട്ട്റാം പറഞ്ഞു. കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിക ശക്തികളുടെ ശ്രമം എന്നാണ് SN സെൻ പറഞ്ഞത്. SN സെൻ എന്താ പറഞ്ഞേ? കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ശക്തികളുടെ ശ്രമം. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് ആരാ പറഞ്ഞത്? അത് ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. കാലം എത്താതെയുള്ള വിപ്ലവത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. കാലം എത്താതെയുള്ള വിപ്ലവത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന കൃതിയിലാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് താരാചന്ദ് പറഞ്ഞത്. കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്നാണ് പെഴ്സിവൽ സ്പിയർ പറഞ്ഞത്. മതത്തിനു വേണ്ടിയുള്ള സമരമായി തുടങ്ങി, എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായി അവസാനിച്ചു എന്നാണ് SN സെൻ പറഞ്ഞത്. എന്താ SN സെൻ വീണ്ടും പറഞ്ഞത്? മതത്തിന് വേണ്ടിയുള്ള സമരമായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായിട്ടാണ് ഇത് അവസാനിച്ചതെന്ന് പറയുന്നു.
വി.ഡി. സവർക്കർ 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രചിച്ച പുസ്തകങ്ങളാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. വി.ഡി. സവർക്കർ ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രചിച്ച പുസ്തകമാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1909 ലണ്ടനിൽ നിന്നാണ്. അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1909 ലണ്ടനിൽ നിന്നാണ്. സവർക്കറുടെ പുസ്തകം രചിക്കപ്പെട്ട ഭാഷ മറാത്തി ഭാഷയിലായിരുന്നു. പിന്നീട് ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പം 1857 വിപ്ലവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലാദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം, എന്ന് പൊട്ടിപ്പുറപ്പെട്ടു, എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു, അതുപോലെ തന്നെ ഓരോ പ്രദേശത്ത് ഈ വിപ്ലവത്തെ നയിച്ചവരാരൊക്കെയാണ്, അടിച്ചമർത്തിയവരാരൊക്കെയാണ്, അതുപോലെ തന്നെ ഝാൻസി റാണി, താന്തിയ തോപ്പെ, നാനാ സാഹിബ്, ബഹദൂർ ഷാ സഫർ, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ നിങ്ങൾ കേട്ടൊരു കഥ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വരും. ഓപ്ഷൻസ് കാണുമ്പോൾ ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. അതിനെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. കുത്തിയിരുന്നത് എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു 2-3 തവണ കേൾക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓർമ്മയിലിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പം അല്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പം നമുക്ക് അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻസൊക്കെ എല്ലാവരും കാണണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഗ്രിയുടെ നമ്മൾ ക്ലാസ്സിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. വിജയം നമുക്ക് തന്നെ ഉറപ്പായിട്ട് നമുക്ക് നേടാൻ സാധിക്കും, നമുക്കിത് വേണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.